അഭിനേട്ടോണ്ടിന് ഇപ്പം ഫേസ്ബുക്കിലോ ട്വിറ്ററിലോ അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും ബന്ധപ്പെട്ടിട്ടുണ്ടോ? ഞാൻ താങ്കളുടെ ഒരു ആരാധകനാണ്, ആ രീതിയിൽ വന്നിട്ട് എന്തെങ്കിലും മെസ്സേജ്, ലെറ്റർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടോ? ഒരു മെസ്സേജും ഇല്ല, ഞാൻ തിരിച്ചയക്കാറുമില്ല. സ്വാഭാവികമായിട്ടും നമുക്കൊക്കെ മെസ്സേജുകൾ വരാറുണ്ട്, അതൊക്കെ റിപ്ലൈ ചെയ്യാറുണ്ട്. ഒരു ഹായ് തരുമോ എന്ന് പറഞ്ഞിട്ടാണ് ഒരു സെൽഫി. ഇല്ല, സ്വാഭാവികമായിട്ടും നമുക്ക് മെസ്സേജുകളൊക്കെ വരാറുണ്ട്. എവിടുന്നാ വരാറുള്ളത്? ഇടത് പാളയത്തിൽ നിന്നാണോ വരാറുള്ളത്? അഭിനേ അങ്ങനെ നമ്മളൊരു രാഷ്ട്രീയം പറഞ്ഞൊന്നും അല്ലല്ലോ ആരും സംസാരിക്കുന്നത്. അവർ നമ്മുടെ ഏതെങ്കിലുമൊക്കെ ചില കണ്ടന്റുകൾ, ചില ചാനൽ ചർച്ചകളൊക്കെ കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും പലരും മെസ്സേജ് അയക്കുന്നതൊക്കെ നന്നായിരുന്നു, വളരെ നന്നായിരുന്നു, ആ പോയിന്റ് നന്നായിരുന്നു. ചിലർ പറയും നീ ആരടാ, അതൊക്കെ സ്വാഭാവികമായിട്ട് ഒട്ടേറെ ഭീഷണി മെസ്സേജ്. എൻ്റെ ഫേസ്ബുക്കിലൊക്കെ നോക്കിയാറേ എൻ്റെ കമൻറ്റുകളിൽ മുഴുവൻ എൻ്റെ വീട്ടുകാരെയും എന്നെയും മുഴുവൻ ചീത്ത വിളിക്കുന്ന കമൻറ്റുകളാണ്. പക്ഷേ അവരോടാണ് എനിക്കിപ്പോൾ നന്ദിയുള്ളൂ. കാരണം ഞാനിപ്പോൾ അടുത്തിടുന്ന വീഡിയോസ് എല്ലാം 1 മില്യൺ വ്യൂസിന് അടുത്ത് പോകാൻ കാരണം ഇവരുടെ ഈ കമൻറ്റാണ്. അതുകൊണ്ട് ഇനിയും അത് തുടരണമെന്ന് ഞാൻ ഇതിലൂടെ അഭ്യർത്ഥിക്കുകയാണ്. എൻ്റെ PR അൺഒഫീഷ്യലായി ഏറ്റേക്കണം അവരാണ്. ഈ മെസ്സേജിന് റിപ്ലൈ അയച്ച് കുടുങ്ങിയവരൊക്കെയുണ്ട്. അപ്പോൾ ഒരു മെസ്സേജിന് റിപ്ലൈ കൊടുക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും തന്ത്രപരമായിട്ടുള്ള സ്ട്രാറ്റജികളുണ്ടോ? ഇല്ല, ഇപ്പോൾ നമുക്ക് വരുന്ന ഇപ്പോൾ വാനു എനിക്കൊരു മെസ്സേജ് അയക്കുന്നു, ഹായ്, തിരിച്ച് ഹായ് അടിച്ചാൽ കുടുങ്ങുമോ? ഇല്ല ഇല്ല. അതിന് അടുത്ത മെസ്സേജ് പറ, ഹായ് അഭിൻ ചേട്ടാ, സുഖമല്ലേ? സുഖമാണ്, സുഖമല്ലേ, ഇത് ചോദിച്ചാൽ കുടുങ്ങുന്നില്ലല്ലോ. അപ്പൊ പിന്നെ നമുക്ക് അങ്ങനെ തന്ത്രം അതിൽ ഉപയോഗിക്കേണ്ട കാര്യമില്ലല്ലോ. വളരെ നോർമലായി നടക്കുന്ന ഒരു മെസ്സേജ് അയക്കൽ മാത്രം.